ഹലോ ഹായ്. ഇന്ന് ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ്. നാടുകാണിയിലുള്ള അട്ടി കാണാൻ. അട്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. ചായത്തോട്ടത്തിൻ്റെ നടുക്കേക്ക് നമുക്ക് കയറി പോവാം. ഒന്നാം വളവ് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് വേണം. പോണ വഴിക്ക് കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടു. കാഴ്ച പിള്ളേർ രണ്ടുപേരും ഉണ്ട്. കാട്ടിക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ ബോർഡൊക്കെ ഉണ്ട്, ആനയുണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. ആന പകലൊന്നും ഉണ്ടാവില്ല. ഒരു 6 മണി 7 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും ചില സമയത്തൊക്കെ ഉണ്ടാകലുണ്ട്. ഞങ്ങൾ മിക്കവാറും ചുരത്തേക്കൂടെ പോകുന്ന സമയത്തൊക്കെ ഉണ്ടാകലുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ചുരത്തേലൊക്കെ പോകും. അപ്പോൾ മിക്കവാറും കാണലുണ്ട് ആനേനെ കാണലുണ്ട് മിക്കവാറും. അപ്പുറത്തും നല്ല കാടാണ്. ഫുള്ള് കുറച്ച് വഴിക്കടവ് ചുരമാണ്. നാടുകാണി ചുരം. ഞങ്ങളിപ്പോൾ നാടുകാണി എത്തിയിട്ടുണ്ട്. നാടുകാണി എത്തി. നാടുകാണി പെട്രോൾ പമ്പിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഒരു പാലുണ്ട്. പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് അത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറും. ഇതിലിങ്ങനെ കയറി വന്നിട്ടാണ് നമ്മളെ വ്യൂ പോയിന്റ്. കയറി വരുന്ന സ്ഥലം അടിപൊളി സ്ഥലമാണ്. പക്ഷെ വീതിയില്ലാത്ത റോഡാണ്. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടി ഒതുക്കി പതുക്കെ വേണം പോകാൻ. നമ്മൾ കയറി ചെല്ലണ നേരെ ചായത്തോട്ടത്തിലേക്കാണ്. ചായത്തോട്ടത്തിൻ്റെ നടുക്ക് കൂടെ ഇങ്ങനെ ടാറിട്ട സ്ഥലമാണ്. അതിനകത്ത് ഇങ്ങനെ പോവാം. നല്ല അടിപൊളി കാഴ്ചയാണ്. സൂപ്പർ സ്ഥലമാണ്. ഇടയ്ക്ക് വെറുതെ ഇരിക്കുന്നവരൊക്കെ ഇടയ്ക്ക് വന്നാൽ അധികം ദൂരമൊന്നുമില്ല. നമ്മളവിടെ നിലമ്പൂർ ഭാഗത്ത് ഇടക്കര ഭാഗത്തുള്ളവർക്കൊന്നും അധികം ദൂരമൊന്നുമില്ല. ചായയുടെ ഇല നുള്ളിയിട്ട് ഇങ്ങനെ ചേച്ചിമാരൊക്കെ നടന്നു പോകുന്നുണ്ട്. നമ്മൾ ഇടുക്കിയിലും അവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളവിടെ തന്നെ അടിപൊളി സ്ഥലമുള്ളപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. നല്ല സ്പോട്ടുകളോട് ഇഷ്ടം പോലെ ഉണ്ട്. അത് ദൂരത്ത് കാണുന്നുണ്ട്. അത് പരന്ന് കിടക്കണ കുന്നായിട്ട് അങ്ങനെ നിരന്ന് കിടക്കണുണ്ട്. മൊട്ടക്കുന്ന്. ആ ഭാഗത്തൊന്നും ചായത്തോട്ടമൊന്നും ഇല്ല കേട്ടോ. ഇവിടെയാണ് മുഴുവൻ ചായത്തോട്ടം. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇവിടെ. ഞങ്ങളിവിടെ എത്തി ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ എടുക്കലാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നത്. ഇവിടെയാണ് കൂടുതൽ ആൾക്കാരും വന്ന് വണ്ടി നിർത്തുക. ഇവിടെ നിർത്തിയിട്ട് നേരെ മുകളിലേക്ക് കയറാനൊരു സ്പോട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന മൊട്ടക്കൊന്ന് നേരെ നടക്കുകയാണെങ്കിൽ പശുക്കളൊക്കെ മെയിനാണ്ടോ. ആ നേരെ കാണുന്ന സ്ഥലം അങ്ങനെ നടക്കുകയാണെങ്കിൽ അവിടെ വരെ നടക്കാൻ പോകും. ആദ്യം ബൈക്കൊക്കെ വിടുമായിരുന്നു. ഇപ്പോൾ ബൈക്കൊന്നും വിടില്ല. ആന ഇറങ്ങണോണ്ട് ആന വണ്ടി ചവിട്ടിപ്പൊളിക്കലൊക്കെ ഉള്ളതുകൊണ്ട് ഒഴിവാക്കി. നേരെ പോയാൽ നമുക്ക് നല്ല വ്യൂ കാണാം. അടിപൊളി സ്ഥലമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൂനും കിച്ചുവിനും ഭയങ്കര ഇഷ്ടമായി പശുവിനെ കണ്ടപ്പോൾ. അപ്പു നേരെ ഓടി പശുവിൻ്റെ അടുത്തേക്ക്. പക്ഷെ കിച്ചുവിന് പേടിയായിരുന്നു. കിച്ചു പശുവിൻ്റെ അടുത്തേക്ക് പോയില്ല. കിച്ചു ഞങ്ങളുടെ അടുത്ത് നിൽക്കുക ചെയ്തുള്ളൂ. അവന് കണ്ടപ്പോൾ പേടിയായി. ഞങ്ങൾ ഫോട്ടോ എടുക്കലും കറങ്ങലും പരിപാടിയൊക്കെ വെച്ച് തിരിച്ചിറങ്ങുകയാണ്. ഞങ്ങൾ പക്ഷെ നേരത്തെ വന്നായിരുന്നതുകൊണ്ട് ഞങ്ങൾ ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ. തിരക്ക് കുറവായിരുന്നു. പറ്റണവരൊക്കെ പോയി കാണുക.